ഇന്ത്യയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ രാജീവ് ഗാന്ധി വധവും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. ഒരു കഥ എന്ന നിലയിൽ നോക്കുമ്പോൾ പോലും LTT പോലെ ഒരു സംഘടന ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്റ്റെപ്പിലേക്ക് പോയതിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഇമോഷണൽ ലെയറുകളുള്ള ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് ആയിരുന്നു അത്. നാഗേഷ് കുക്കുണൂർ സംവിധാനം ചെയ്തിട്ടുള്ള ദി ഹണ്ട് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസന്വേഷണത്തിൻ്റെ നടുവിൽ പ്രേക്ഷകനെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രായോഗികമായും ബ്യൂറോക്രാറ്റിക് ലെവലിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ത്രില്ലറാണ്. മേക്കിങ്ങിൻ്റെ സാങ്കേതിക വശങ്ങൾ വളരെയധികം മികച്ചു നിൽക്കുന്ന ഈ ഒരു സീരീസ് സ്കാം 1992ഉം റോക്കറ്റ് ബോയ്സും ഒക്കെ ഇറക്കിയിട്ടുള്ള സോണി ലിവിൻ്റെ ആ ഒരു ലൈനപ്പിനോട് നീതി പുലർത്തുന്ന ഒരു ക്രിയേഷനാണ്. ശ്രീ പെരുമ്പതൂർ എന്ന തമിഴ്നാട്ടിലെ സ്ഥലത്ത് വെച്ച് രാജീവ് ഗാന്ധി ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുന്നു. ഉടനെ തന്നെ DR കാർത്തികേയൻ എന്ന ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിവിധ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെടുന്നു. അടുത്ത 90 ദിവസം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാൻ നടത്തുന്ന അന്വേഷണങ്ങളും അതിലവർ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ സീരീസിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു ഓപ്പറേഷനിൽ NSGയെ നയിച്ചത് ക്യാപ്റ്റൻ AK രവീന്ദ്രനാണ്. അത് മറ്റാരുമല്ല, മലയാളത്തിലെ സംവിധായകൻ മേജർ രവിയാണ്. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ സംഭവത്തെക്കുറിച്ച് മിഷൻ 90 ഡേയ്സ് എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു 2 മണിക്കൂർ സിനിമയും ഏതാണ്ട് 7 മണിക്കൂറിനടുത്ത് വരുന്ന ഈ സീരീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കഥ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നതാണ്. തമിഴ് പുലികളുടെ ഭാഗത്തു നിന്നുള്ള ആംഗിളും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു PR സ്റ്റണ്ട് ആക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത ചില തീരുമാനങ്ങൾ ഇതിനെ എങ്ങനെ ബാധിച്ചു എന്ന സംഭവം മേജർ രവിയുടെ സിനിമയിൽ എന്നതുപോലെ ഈ സീരീസിലും വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ സീരീസ് ഫോർമാറ്റ് ആയതുകൊണ്ട് അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ അമർഷവും നിരാശയും പ്രേക്ഷകന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഈ ഒരു സീരീസിന് കുറച്ചുകൂടെ സാധിക്കുന്നുണ്ട്. ലാർജർ പിക്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെയാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങളുടെ ഒതൻറ്റിസിറ്റി പരമാവധി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് ഈ സീരീസിൻ്റെ ഒരു പ്രധാന വിജയം. 90% കഥയും നടക്കുന്നത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമായിട്ടാണ്. അവിടെയും ഇവിടെയുമായിട്ട് അലർച്ചില്ലറ ഹിന്ദി വന്നു പോകുന്നുണ്ടെങ്കിലും ഏറെക്കുറെ എല്ലാ ഭാഗത്തും തമിഴ് ലാംഗ്വേജ് നിലനിർത്താൻ നാഗേഷ് കുക്കുണൂർ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ പരമാവധി ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവരുടെ ഒരു ഇൻറ്റൻറ്റ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. വിഷ്വൽ ലാംഗ്വേജിലൂടെ ഒരു ടെൻഷൻ സൃഷ്ടിക്കാൻ നാഗേഷ് കുക്കുണൂർ അധികം ശ്രമിക്കുന്നില്ല. ഈ ഒരു ഇവൻറ്റിൻ്റെ 2 തലക്കിലും നിൽക്കുന്ന ആളുകളുടെ ഹെഡ് സ്പേസ് മനസ്സിലാക്കുക എന്നതാണ് സീരീസിൻ്റെ ഒരു ടോണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സീനുകളായിക്കോട്ടെ, അവരെ ചോദ്യം ചെയ്യുന്ന സീനുകളായിക്കോട്ടെ, ഒന്നിനെയും ഒരു ഹീറോയിക് കാര്യമായിട്ട് അവതരിപ്പിക്കാനല്ല സീരീസിന് താല്പര്യം. അത്തരം മൊമെൻറ്റുകളുടെ റിയൽനെസ് നിലനിർത്താൻ തന്നെയാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത്. സീനുകൾ ഷൂട്ട് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകൾ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ, ഹെയർ ആൻഡ് മേക്കപ്പ്, കോസ്റ്റ്യൂംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാലഘട്ടം പുനഃസൃഷ്ടിക്കാൻ ഗംഭീരമായ രീതിയിൽ സീരീസിനെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വിശ്വസനീയത കൊണ്ടുവരാൻ സീരീസിനെ സഹായിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന ഘടകമാണ് കാസ്റ്റിംഗ്. വലിയ താരങ്ങളുടെ പുറകെ സീരീസ് പോകുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പല വെബ് സീരീസുകളിലും പ്രധാന റോളുകളിൽ വന്നിട്ടുള്ള അമിത് സിയാലാണ് ഇതിൽ ഒരുപക്ഷെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മുഖം. SITയുടെ തലവനായിട്ട് വളരെ കാമായിട്ടും പ്രധാന ഘട്ടത്തിൽ ഒന്നും മിണ്ടാതെ നിസ്സഹായനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു റോള് പെർഫോം ചെയ്തു. അമിത് വർമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സാഹിൽ വെയ്ദ് ആയിരിക്കും ഒരുപക്ഷെ ഈ സീരീസ് കൊണ്ട് ഏറ്റവും ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള കലാകാരൻ. കഥയുടെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ മൊമെൻറ്റുകളിലും ആ കഥാപാത്രമുണ്ട്. അതിനൊപ്പം തന്നെ സാഹിൽ വളരെ അനായാസം ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഭഗവതി പെരുമാളാണ് രഘുോത്തമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ രവീന്ദ്രൻ, അതായത് നമ്മുടെ മേജർ രവി, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് വിദ്യുത് ഗാർഗിയാണ്. അക്ഷമനായിട്ടുള്ള ആ കഥാപാത്രത്തെ ഗാർഗി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളി നടനായിട്ടുള്ള ഷഫീഖ് മുസ്തഫയാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ ശിവരസനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരീരഭാഷ കൊണ്ടും കണ്ണുകളിലെ ഇൻറ്റൻസിറ്റി കൊണ്ടും ഇത്രയും വലിയൊരു ഓപ്പറേഷൻ്റെ ബുദ്ധികേന്ദ്രം അയാളാണെന്ന് വിശ്വസിപ്പിക്കാൻ ഷഫീഖിന് സാധിക്കുന്നുണ്ട്. അഞ്ജന ബാലാജിയാണ് നളിനിയായിട്ട് വന്നിട്ടുള്ളത്. ശുഭ എന്ന കഥാപാത്രത്തെ ഗൗരി പത്മകുമാർ അവതരിപ്പിച്ചു. സായ് ദിനേശാണ് മുരുകൻ എന്ന ദാസിനെ അവതരിപ്പിച്ചത്. തമിഴ്നാട്ടിലെ തമിഴും ശ്രീലങ്കക്കാരുടെ തമിഴും തമ്മിലുള്ള ആക്സന്റ് വ്യത്യാസമൊക്കെ സീരീസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് പെർഫോമൻസിലും നമുക്ക് കാണാൻ സാധിക്കും. കഥകളുടെ റൂട്ടഡ് ആയിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലാണ് സ്കാമും റോക്കറ്റ് ബോയ്സും ഒക്കെ കഥ പറച്ചിലിൽ ഡ്രാമ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയുമെങ്കിലും ഇതെങ്ങനെയായിരിക്കും അവർ അവതരിപ്പിക്കുക എന്നറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ ഒരു പരിപാടി, അതായത് തുടക്കം തൊട്ട് ഇവർ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതിൽ നമുക്കൊരു താല്പര്യം ജനിപ്പിക്കാൻ ദി ഹണ്ട് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് എന്ന ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ട്. ഇക്ബാൽ എന്ന സിനിമ ചെറുപ്പത്തിൽ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിൻ്റെ സംവിധായകൻ വേറെ ഒരു ഫോർമാറ്റിൽ അദ്ദേഹം ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ജോണറിൽ ഇത്രയും മികച്ചൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തു എന്നത് വ്യക്തിപരമായി വേറെ ഒരു സന്തോഷവും തരുന്നുണ്ടായിരുന്നു. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്